വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഭാഗമായി നവകേരള സർവേ ഉപയോഗപ്പെടുത്തിയതിന് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി വക വയറ് നിറയെ കിട്ടിയിട്ട് അധിക ദിവസമായില്ല. അതിന്റെ ക്ഷീണം മാറുന്നതിന് മുൻപേ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ അനുവദിച്ച ആനുകൂല്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് 77.42 ലക്ഷം ആളുകളുടെ ഔദ്യോഗിക വിവരങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. 62 ലക്ഷം ക്ഷേമ പെൻഷൻകാരുടെയും 5.42 ലക്ഷം ജീവനക്കാരുടെയും 10 ലക്ഷം സ്ത്രീ സുരക്ഷാ പെൻഷൻകാരുടെയും പേരും ഫോൺ നമ്പറും അടക്കമുള്ള വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരിക്കുകയാണ് സർക്കാർ. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലെന്നും കൂടുതൽ മേഖലകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ് സർക്കാർ നേട്ടങ്ങളും വാഗ്ദാനങ്ങളും പ്രചരിപ്പിക്കാൻ ജനങ്ങളുടെ ഔദ്യോഗിക ഡേറ്റ ഉപയോഗിക്കപ്പെടുന്നത്. സ്വകാര്യതയും ജനാധിപത്യ മര്യാദയും ലംഘിക്കപ്പെട്ട നടപടിയിലൂടെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള എന്ന വിലാസത്തിൽ നിന്നാണ് സംസ്ഥാനത്തുടനീളം ജനങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശം എത്തിയത്. അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന തലക്കെട്ടിൽ കാരണഭൂതന്റെ ചിത്രം സഹിതമാണ് സന്ദേശം എല്ലാവരുടെയും ഫോണിൽ എത്തിയിരിക്കുന്നത്. വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന പ്രായമായ ആളുകളുടെ വരെ ഫോണിൽ ഇത്തരമൊരു സന്ദേശം എത്തിയത് അവരെയും ആകുലപ്പെടുത്തിയിട്ടുണ്ട്. പോരാത്തതിന് ഓരോരുത്തരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്ത് സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. ആളുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർക്കപ്പെട്ടു എന്നതിന് ഇതിൽ പരം തെളിവ് വേണ്ട. ഇക്കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം വിഷയത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധിപ്പിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ PR വർക്കിനെ വെളുപ്പിക്കാൻ നടക്കുന്ന കൈരളി ചാനൽ പ്രതിപക്ഷ നേതാവിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നോക്കി. പക്ഷേ കൈരളി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥിരം വേട്ടമൃഗമാണെന്നുള്ളത് അവർ തന്നെ പലപ്പോഴും മറന്നുപോകും. UDF ഓരോ മണ്ഡലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞ് വോട്ടർമാരെ ഫോൺ ചെയ്യാറുണ്ടല്ലോ എന്നായിരുന്നു കൈരളിയിലെ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് കേസ് കൊടുക്കാൻ സതീശൻ വെല്ലുവിളിച്ചതോടെ പത്തിമടക്കി മാളത്തിലൊളിച്ച കൈരളിയെ കാണാൻ കഴിഞ്ഞു. വെറുതെ മുഖ്യമന്ത്രിയെ വെള്ളപൂശാതെ കോൺഗ്രസ് ഡാറ്റ ചോർത്തിയെന്നതിന് തെളിവുണ്ടെങ്കിൽ കേസ് കൊടുക്കണമെന്നാണ് സതീശൻ പറഞ്ഞത്. സതീശൻ കൈരളിക്ക് വയറ് നിറയെ കൊടുത്ത ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മണ്ഡലങ്ങളിലും ആളുകളിലേക്ക് കോളുകൾ പോവുകയാണ്. ഏറ്റവും കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിപ്പിക്കുന്നത് ആരാണ് അനുയോജ്യം എന്ന തരത്തിൽ. അപ്പോൾ ഈ ഡേറ്റ എങ്ങനെയാണ് ഈ സ്വകാര്യ ഏജൻസിക്ക് ലഭിച്ചത് എന്ന കാര്യത്തിൽ ഓരോ മണ്ഡലങ്ങളിലും സർവേ നടക്കുന്നുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ തെറ്റായ വിവരമാണ്. ഇത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി കൈരളിയുടെ ചോദ്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തി, ഡേറ്റ ചോർത്തി. എടോ, ഞങ്ങൾ ഡേറ്റ ചോർന്നെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തോളാൻ പറയാം. എന്നിട്ട് വെറുതെ അബദ്ധം ചോദിച്ചുകൊണ്ട് വരണ്ട. അബദ്ധമാണോ പറയുന്നത്? അതുപോലെ പ്രധാനമന്ത്രിയുടെ സന്ദേശങ്ങൾ ഏത് വികസന പരിപാടിക്കാണ് ഞങ്ങൾ സഹകരിക്കാത്തത്? അതുകൂടി പറയാൻ പറയാം. ഞങ്ങൾ ആകെ ശക്തിയായി എതിർത്ത ഒരു പദ്ധതി ഏതാ? കേരയിൽ. അത് പോയില്ലേ? നടന്നില്ലല്ലോ. ഇനി മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എതിർത്ത പദ്ധതികൾ ഞങ്ങൾ പറയാം. വിഴിഞ്ഞം പദ്ധതി ഇപ്പൊ ക്രെഡിറ്റ് എടുക്കണ്ടല്ലോ മുഖ്യമന്ത്രി. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി അത് കൊണ്ടുവന്നപ്പോൾ ഇവരുടെ ദേശാഭിമാനി ലീഡ് വാർത്ത എഴുതിയത് കടൽ കൊള്ളയെന്നാണ്. ഇപ്പൊ കടൽ വിപ്ലവമായി. കടൽ കൊള്ള എന്ന് പറഞ്ഞു. ഗെയില് ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ മന്ത്രി, വ്യവസായ മന്ത്രി മന്ത്രിസഭയിൽ ഇരിക്കുക. അവരാണ് എല്ലാത്തിനെതിരെ നിന്നത്. മെട്രോയ്ക്കെതിരായി സമരം ചെയ്തു CPM. മെട്രോ റെയിലിനെതിരായി കൊച്ചിയിൽ. ഞങ്ങൾ ആ പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ കേരളയിൽ എതിർത്തു. അത് യാഥാർത്ഥ്യമായല്ലോ. കേരളയിൽ എതിർത്തത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിച്ചില്ലേ? അല്ല, അത് നിരോധിക്കേണ്ടതാണ്. അത് മനഃപൂർവ്വമായി മതവിദ്വേഷവും കേരളത്തെ സംബന്ധിച്ചൊരു മോശം അഭിപ്രായവും രാജ്യത്തെല്ലാം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെതിരായി നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ BJPയുടെ സർട്ടിഫിക്കറ്റിൽ നിന്ന് ആവശ്യമില്ല. സംരക്ഷിക്കുന്ന കുറച്ച് പേർ സംസാരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ആരെങ്കിലും UDFിലേക്ക് വരാൻ ഇനി സാധ്യതയുണ്ട്. ആ വിസ്മയം കേരള കോൺഗ്രസിൽ അല്ല, അതൊക്കെ ഞാൻ കോട്ടയത്ത് വരുമ്പോൾ ചോദ്യമാണ്. വിസ്മയം ഉണ്ടാകുമ്പോൾ അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കും. ഞാൻ നിങ്ങളെ അറിയിക്കാതെ വേറെ ആരോടും പറയില്ല. വിജിലൻസ് കോടതിയേക്കാൾ സുപ്രീം കോടതിയേക്കാൾ വലിയൊന്നുമല്ല വിജിലൻസ് കോടതി എന്നാണ് സഭയിൽ രാവിലെ. അതാണ് നിയമമന്ത്രിയെ പോലെ ഒരാള് സർക്കാരിന് ഇഷ്ടമില്ലാത്ത വിധി വിജിലൻസ് കോടതി പറയുമ്പോൾ അതിനെ തള്ളി പറയാം. കോടതി എല്ലാ കോടതിയും ഒരുപോലെയാണ്. തന്ത്രിയുടെ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കേസിൽ എന്താ പറഞ്ഞത്? ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ അദ്ദേഹത്തെ 40 ദിവസം ജയിലിലാക്കിയെന്ന് പറഞ്ഞു ഇല്ലേ? ആ ജഡ്ജ്മെന്റിനെ നിയമമന്ത്രി തള്ളി പറഞ്ഞല്ലോ. നിയമമന്ത്രിക്ക് എന്താ അധികാരം ആ ജഡ്ജ്മെന്റിനെ തള്ളി പറയാൻ? നിയമമന്ത്രി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അധികാരമൊന്നും അദ്ദേഹം ഉപയോഗിക്കണ്ട.
ആ കോടതി വിധിയെ തള്ളിപ്പറയാനുള്ള ഒരു അധികാരവും നിയമമന്ത്രിക്കില്ല. ഒരു കണിക പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ SIT വിശദമാക്കണം എന്ത് ക്രൈമാണ് ചെയ്തിരിക്കുന്നത്, എന്ത് പങ്കാളിത്തമാണ് തന്ത്രിക്കല്ല എന്ന് പറയണം. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ഫോണിൽ മെസ്സേജ് ആയിട്ട് സന്ദേശങ്ങളായിട്ടും അവർ നേരത്തെ പോയതാണ്, 6 കൊല്ലം മുമ്പ് പോയതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ എതിർക്കാതിരിക്കുകയും 6 കൊല്ലം മുമ്പ് പോയതാണ്, ഇപ്പൊ പോയതല്ല. കോട്ടയം ജില്ലയിൽ UDF-ന്റെ ജോസഫ് ഗ്രൂപ്പായിട്ടുള്ള ചർച്ചയിൽ പോസിറ്റീവാണ്, സീറ്റുകൾ വിട്ടുതരാൻ അല്ല, ചർച്ചകൾ തീരുമ്പോ നിങ്ങളെ അറിയിക്കും, ആദ്യം നിങ്ങളെ ഞാൻ വാക്ക് തരിക. ചർച്ച എല്ലാം പ്രഖ്യാപിക്കും അവസാനം. കോട്ടയം ജില്ലയിൽ UDF-ന്റെ ഒരു വലിയ തിരിച്ചുവരവ് ഉണ്ടാവുമോ? ഉറപ്പായിട്ടുണ്ടാവും, ഉറപ്പായിട്ടും. മധ്യ കേരളത്തിൽ അതിഗംഭീരമായ തിരിച്ചുവരവ് UDF-നുണ്ടാവും. പത്തനംതിട്ടയിൽ 5 സീറ്റും ജയിക്കും, ഇടുക്കിയിൽ 5 സീറ്റും ജയിക്കും, കോട്ടയത്ത് ബഹുഭൂരിപക്ഷം സീറ്റുകളും ജയിക്കും. എല്ലാം ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം മെജോറിറ്റി സീറ്റുകൾ ജയിക്കും. എറണാകുളത്ത് 14 ജയിക്കും. അല്ല, അത് വളരെ 2024 ശമ്പള കമ്മീഷൻ നിയമിക്കേണ്ടിയിരുന്നു. ശമ്പള കമ്മീഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കേണ്ടതായിരുന്നു. ഇനി ഈ ഗവൺമെന്റിന് അറിയാം അവർ തിരിച്ചു വരില്ല എന്നറിയാം. അടുത്ത ഗവൺമെന്റിന്റെ തലയിൽ അതിന്റെ ബാധ്യത കെട്ടിവെക്കുന്ന ബുദ്ധിപൂർവമായ ശ്രമം. കമ്മീഷൻ വെച്ചാന്ന് വെച്ചാൽ കമ്മീഷൻ വെച്ചു, അവർക്ക് കാശ് കൊടുക്കണ്ട, മനസ്സിലായില്ല. അപ്പൊ അതിൽ നിന്ന് അവർക്ക് അറിയാലോ അവർ തിരിച്ചു വരില്ല എന്നറിയാം, അതുകൊണ്ട് ചെയ്ത